അടുക്കളയിൽ നീ ചിരട്ടയെല്ലാം വാരിപ്പറക്കി എങ്ങോട്ടെന്നല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെങ്കിലും ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഇന്ന് എനിക്ക് സഹായത്തിനുള്ളത് ഋതുക്കുട്ടനാണേ. അപ്പോൾ ഈ ചിരട്ടയൊക്കെ ഒന്ന് തേച്ചൊരച്ച് മിനുക്കി എടുക്കാനുണ്ട്. അപ്പോൾ ചിരട്ട ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നേ. അപ്പോൾ ഈ പൊടി ഞാൻ വാരിയെടുക്കുന്നത് വേറൊന്നിനുമല്ല, കാണിച്ചു തരാം. ഇതുപോലെ കുറച്ച് റിങ്ങുകൾ വെട്ടിയെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ദേ ഈ ഒരു പീസ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ദേ ഇങ്ങനെ ഒന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇവിടെയാണ് നമുക്ക് ആ പൊടി വേണ്ടത്. ആ പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് അത് ഒട്ടിയിരിക്കും. അപ്പോൾ തറയിലാവുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാൻഡ് പേപ്പർ അടിയിൽ വെച്ചിട്ടാണ് ബാക്കി പീസുകൾ ഒട്ടിക്കുന്നത്. അപ്പോൾ പേപ്പറിൽ ഒട്ടിപ്പോയത് കുറച്ച് പണിയായിരുന്നു, എങ്കിലും പയ്യെ അത് ഇളക്കി എടുത്തിട്ടുണ്ട്. ദേ ഇങ്ങനെ ഒരു ചിരട്ട കൂടി വെച്ചിട്ട് നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറവും ഇപ്പുറവും കൂടി നമ്മൾ നേരത്തെ വെട്ടിയെടുത്തിട്ടുള്ള ആ ചിരട്ടകൾ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ വാർണിഷൊന്നും ഇല്ലാത്തതുകൊണ്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ.